ഹലോ, ആ വായം അടച്ചു വെക്ക്, പാട്ട് നിന്നു. പാട്ട് തീർന്ന മതി, തങ്ങളുടെ അഭ്യാസം മതി. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാനിങ്ങനെ സെറ്റപ്പായിട്ട് വന്നത്. എന്തുദ്ദേശം? അല്ല, ഞാൻ യേശുദാസിനെ പോലെ പാടുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ. അപ്പം അത് പൊളിഞ്ഞല്ലേ? പൊളിഞ്ഞോന്നോ? പൊളിഞ്ഞ് കൊട്ടേ കയറി നിൽക്കുക. ഞാനൊരു എന്തിനാ ഈ ഉദ്ദേശം ഞങ്ങളെ കാണിക്കാൻ ഇങ്ങോട്ട് അല്ല, വന്നു? ഞാനൊരു സംഗീതജ്ഞനാണല്ലോ, സംഗീത വിദ്വാൻ. അത് നിങ്ങളെ ഒന്ന് അറിയിക്കണം, അതിനു വേണ്ടിയാണ്. ഇയാള് വിദ്വാനാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വിദ്വാനാണ് ഇങ്ങനെ അറിയണമെന്നോ? അപ്പൊ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ മിണ്ടാതെ നിൽക്കും. അപ്പൊ ഞാൻ വിദ്വാനാവുമല്ലോ. അതെങ്ങനെ വിദ്വാനാകും? അല്ല, ഈ മൗനം വിദ്വാന് ഭൂഷണം എന്നല്ലേ പറയുന്നത്. ഞാൻ മിണ്ടാതെ ഞാൻ വിദ്വാനാവുമല്ലോ, അതുകൊണ്ടാണ് മൗനമായിട്ട്. ഭയങ്കര ബുദ്ധിയായി പോയി അല്ലേ? ഇവിടെ എന്താ പരിപാടി? ഞാൻ എന്റെ സംഗീതങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഭീകര പ്രകടനം കാഴ്ചവെക്കാൻ വന്നതാണ്. ഭീകര പ്രകടനത്തെ എന്താ? തീവ്രവാദി സംഘം ഇവിടെ. അങ്ങനെ തീവ്രവാദികളാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഭീകര പ്രവർത്തനം ഇവിടെയാണോ നടത്തുന്നത്? ഭീകര പ്രവർത്തനോ? ഞാനല്ലേ പറഞ്ഞു. ഇയാളല്ലേ പറഞ്ഞു? ഞാൻ ഭീകര പ്രകടനം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാൻ നിങ്ങൾ സംഗീതം വല്ല പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താ പഠിച്ചു? കല്യാണം കാദംബരിയും പഠിച്ചു. കല്യാണം കാദംബരി വല്ല പെണ്ണുങ്ങളും പഠിച്ച കാര്യമല്ല. നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. പഠിച്ചിട്ടുണ്ട്. ഇയാൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചു? ഞാൻ പ്രഗത്ഭനായ ഒരു സംഗീത വിദ്വാന്റെ കയ്യിൽ നിന്നാണ് ഞാൻ സംഗീതം പഠിച്ചത്. പക്ഷെ അദ്ദേഹം ഇന്ന് ജീവനോട് ഇരിപ്പില്ല, അല്ലെങ്കിൽ ഞാൻ തെളിവിനായിട്ട് കൊണ്ടുവരായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. ഇയാള് തള്ളിയിട്ട് കൊന്നായിരിക്കും. അല്ലല്ല, പിന്നെ അമൃതവർഷിണി എന്ന് ഒരു രാഗമുണ്ട്. ഇത് അരമണിക്കൂർ നിർത്താതെ പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത്, സംഗീത ശാസ്ത്രം പറയുന്നത്. എന്റെ ആശാൻ 5.5 മണിക്കൂർ നിന്ന് പാടി വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. അല്ല, ചേട്ടനല്ലാതെ ചേട്ടന്റെ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുവോ? പിന്നെ ചേട്ടൻ പാട്ട് പാടും. ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ അവസരം ചോദിച്ചു, എനിക്കൊരു അവസരത്തിനാണ് ഞാൻ വന്നത്. അങ്ങനെ അവസരം ചോദിച്ചു വന്നാണ് ചേട്ടനും ഇങ്ങനെ വലിയ വലിയ ഗായകനായത്. അവസരം കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടും. അത് വിദേശത്താണ് കൂടുതലും പാടുന്നത്. വിദേശത്തൊക്കെ പാടും. ട്രിപ്പിനൊക്കെ പോയി ഒരുപാട് പാട്ട്. വലിയ വലിയ ഗായകനാണ്. അതെ. പക്ഷെ അദ്ദേഹം ഈ ട്രിപ്പിന് പോകുമ്പോൾ ഒരു പെണ്ണ് കൂടെ കാണും. അയ്യോ, അതല്ല, ചേട്ടന്റെ ഭാര്യ എന്റെ ചേട്ടത്തി കൂടെ കാണും എന്നാണ് ഞാൻ തെളിച്ചു പറയേണ്ടത്. ഒരു പിടിവാശിക്കാരിയാണ് കേട്ടോ ചേട്ടൻ. ഈ പ്രാവശ്യം ജർമ്മനി പോയപ്പം അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ചേട്ടത്തി പറഞ്ഞു, എനിക്കൊരു ജർമ്മൻ ഷിപ്പ്യാർഡിനെ വേണമെന്ന് പറഞ്ഞു. കുറയ്ക്കുന്ന പറ്റി അത് വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ പൈസ ഒന്നും ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, പൈസ ഒന്നും നോക്കിയില്ല. ചേട്ടൻ അപ്പം തന്നെ ഉള്ളത്തിൽ വാങ്ങിച്ചു കൊടുത്തു. അത് ഞാൻ വിശ്വസിക്കൂല. അതെന്താണ്? കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ചേട്ടൻ ഇവിടെ കൊച്ചിയിൽ വന്നല്ലോ, കൊച്ചിയിൽ പാടാമെന്നല്ലോ. അപ്പൊ ഈ കൂടെ പെണ്ണുണ്ടായില്ലോ, ചേട്ടത്തി കൊണ്ടുവന്നില്ല. ഞാൻ ഈ ചോദ്യം അതുപോലെ ചേട്ടനോട് ചോദിച്ചു. അപ്പൊ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ കൊച്ചിയിൽ കൊണ്ടുചെന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നീ മേടിച്ചു കൊടുക്കണോ പട്ടി എന്നോട്. അല്ല, ശരിക്കും ഇയാൾക്ക് ഇപ്പൊ എന്താ പരിപാടി? ഞാൻ സംഗീതം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ക്ലാസ്സിന് വേണ്ടി പിള്ളേരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ? എന്താണ്? അല്ല, എല്ലാരും ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അയ്യോ, ഇത് ക്ലാസ് സംഗീത ക്ലാസ്, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് കാണിച്ചു തരാം. കാണട്ടെ. ഒരു കുട്ടി ഒന്ന് വരാമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അതെ, വരൂ. പാടൂ. പാടാൻ ശ്രമിക്കാം. ചെറുതായിട്ട് പാടിയിട്ടുണ്ടോ? ഇനി ഉറക്കെ പാടണേ. സാ പാ സാ പാ സാ സാരി ഗമ പാധാ നീ സാ. ഇത് ഞാൻ പാടൂ. സാരി ഗമ പാധാ നീ സാ സാനി ദ പ മ ഗ രി സാ സാരി ഗമ പാധാ നീ സാ സാനി ദ പ മ ഗ രി സാ സരിഗ സരി ഗ മ പ ധ നി സ സനി ദ സനി ദ. ആ കൊച്ചിങ്ങി പോന്നു. ഓയോ, ഞാൻ വേറെ മായാലോകത്തായി പോയി. മായാലോകത്ത്. ഇപ്പൊ മനസ്സിലായി. എന്താണ്? 100% എനിക്ക് വിശ്വാസമായി. സംഗീതം പഠിപ്പിക്കും എന്നുള്ള കാര്യമാണോ? അതുകൊണ്ടല്ല, പിന്നെ താൻ ഒരു കഴിവില്ലാത്തവനാണ്. അങ്ങനെ പറയുന്നത്. ഞാൻ സംഗീതത്തിൽ ഗവേഷണം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. ഓഹോ, അതെ. എന്താണോ ഗവേഷണം? ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചെടി നട്ടിട്ടുണ്ട്. ചെടി? അതെ, മ്യൂസിക്കൽ ചെടി എന്നാണ് പറയുന്നത്. മ്യൂസിക്കൽ ചെടി. ഇതിലെ കാ പറിച്ച് ഏത് പാടാത്തവനും ഒന്ന് വായിലിട്ട് ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് പാടും. സംഗീതം അവന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക. കള്ളത്തരം പറയും. ഇതല്ല, സത്യമാണ്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആരെ പഠിപ്പിക്കേണ്ടത്?
ആരെ പഠിപ്പിക്കണം? ചേട്ടനെ പഠിപ്പിച്ചു നോക്കാം. ഒട്ടും പാടില്ല. പാടുമോ നോക്കാമല്ലോ അപ്പൊ. സംഗീത ചെടിയാണെന്ന് പോലും. സംഗീത ചെടിയിലെ കായാണ്. ആ, കായോ. മ്യൂസിക്കൽ ചെടിയിലെ കാ. ഓ. കണ്ണടയ്ക്ക് എന്റെ കാ കാണണ്ടേ. ചവയ്ക്കൂ. കണ്ട പാടുന്നല്ല. ആ കാമ്പോജ് ചെയ്ത് കാമ്പോജ് കാമ്പോജ് എടുപ്പ പാടിയത്. ഇതെങ്ങനെ സംഗീതമാകുന്നു? പച്ചക്കാന്താരി വായ തള്ളി തന്നിട്ട് പാട്ട് പാടാൻ എരിഞ്ഞിട്ടും പാടില്ല. ഇത്തിരി വെള്ളം കിട്ടുമോ? നല്ല അരിയുണ്ടോ? ആ, നല്ല അരിയുണ്ട്. എങ്കിലും ഒരു കാര്യം ചെയ്യാൻ മതി. നല്ല ഔഷധ ഗുണമുള്ള ഒരു തുളസി ഇല എടുത്ത് ചവച്ചരച്ച് നീര് കലക്കിയാൽ എല്ലാ മതി. തുളസിക്കും ഔഷധ ഗുണമുണ്ട്. എല്ലാ തുളസിക്കും ഇല്ല. എന്താ? ഞങ്ങളുടെ പഠിക്കലെ ശോഭയുടെ മോൻ തുളസി, അവനൊരു ഗുണവുമില്ലെന്ന് എത്ര പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഇയാളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ? ഞാൻ ട്രാക്ക് ഇട്ട് പാട്ട് പാടും. അയ്യേ, അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. പഴഞ്ചിന് ഏർപ്പാട് ഇപ്പൊ എല്ലാവരും പാടുന്നുണ്ടല്ലോ. ഓ, അതൊന്നും കൊള്ളത്തില്ല. ഒറ്റയ്ക്ക് ഒരാൾ ഇന്ന് മ്യൂസിക് അത് വേണ്ട, അത് ശരിയാ. ഭയങ്കര പാട്ടുകാരൻ ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഞാൻ ഇന്ന് എന്തിനാണ് ഇവിടെ വന്ന് പിച്ചക്കാരനെ പോലെ പാടുന്നത്? എനിക്ക് പൈസ വേണം. പൈസ കിട്ടിയാൽ ഞാൻ പാടും. ഒരു കാര്യം ആള് മാറി. അതാണ് നമ്മള് ഈ ഇരിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൂടെ കിടക്കും. അങ്ങനെ കിടക്കോ കിടക്കാതിരിക്കോ എനിക്ക് ഒരു കാര്യം പൈസ ഞങ്ങക്ക് ഇങ്ങനെയുള്ള താല്പര്യമില്ല. പൊയ്ക്കോ. അതെ. താല്പര്യം വേണ്ട. ഇതില്ലല്ലോ, ഇയാളുടെ ഇഷ്ടംപോലെ പാട്ടില്ലേലും വേറെ ഉണ്ട് ചേട്ടാ. വേറുണ്ട്. അങ്ങനല്ല. ഇയാളുടെ പാട്ടില്ലേലും ഞങ്ങളുടെ ഈ ഷോ പോകും. അല്ല ഞാൻ വേണമെങ്കിൽ ഞാൻ പിന്നെ അവസരം വേണ്ട, അതിന്റെ ആവശ്യം വേണ്ട, ആവശ്യമില്ല. അങ്ങനെയും പറ്റത്തില്ല. ഒരു ചെറിയ അവസരം വേണ്ടേ? അത് ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചു പോയതാണ്. അത് ഒരു ഇല്ല, അവസരം ഇല്ല, വേണ്ട. 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 ഇനി വേണ്ട. ഇനി എന്തായാലും വേണ്ട. ഇനി വേണ്ട. വേണ്ട. ഇനി എന്തായാലും വേണ്ട. എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. എന്ത്? അതായത് ഞാനൊരു മെസ്സേജ് എനിക്കിതിൽ നിന്ന് കിട്ടി. എനിക്ക് എന്താണ്? നമ്മൾ ആരെങ്കിലും ഒരു അവസരം തന്നാൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവിടെ നിന്ന് നമ്മൾ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പറ്റൂലേ? എനിക്ക് പറ്റില്ല. correct. അതാണല്ലേ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? അതെ, ഇപ്പൊ ഞാൻ നല്ലൊരു മെസ്സേജ് അല്ലേ പറഞ്ഞത്? നല്ലൊരു നല്ല മെസ്സേജ്. നല്ല മെസ്സേജ്. ഗുണപാഠം, നല്ലൊരു ഗുണപാഠം. അതല്ലേ? നല്ല മെസ്സേജ് അല്ലേ? അതെ. ആ മെസ്സേജിന്റെ എന്തെങ്കിലും കിട്ടിയായിരുന്നു എനിക്കങ്ങ് പോരുന്നു. മെസ്സേജിന്റെ